ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമ്മളെ കാര്യങ്ങൾ. അതിൽ എസ് എ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമുക്ക് 5 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസും ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്, അത് വേറെ. നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ചെയ്തത്, വളരെയധികം ചെറിയ ക്ലാസ്സുകളിലായിട്ടാണ് ചെയ്തത്. അതൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഇതിൽ എനിക്കായിട്ട് പിന്നെ ഞാൻ പറയുന്നത് 100% വരും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അനുമാനം പറയുക എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണുക. കഴിയുന്നതും എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. ഇതിൻ്റെ അപ്പുറത്തൊന്നും ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടും. നിങ്ങളെ സീനിയേഴ്സിന് ഇതുപോലെ തന്നെ നമ്മളെ ഇത് പഠിച്ചു പോയിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോ പ്രോബ്ലം, ഡോണ്ട് വെറി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറയണ്ട. നമുക്ക് ഇവിടെ ഇതിൽ ഡിസ്ക്രൈബ് ദ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ഡിസ്ക്രൈബ് ദ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് നമുക്കറിയണം. ഈ ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ ഈ തിയറികളും അറിയണം, ഈ ഓരോ തിയറീസ് എന്താണെന്നുള്ളതും അറിയണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അതറിയാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടത് വാട്ട് ആർ ദ മേജർ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ബാരിയേഴ്സ് ആണ്? 6 ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഈ ബാരിയേഴ്സ് ഓരോന്നും നിങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് നോട്ട് വായിച്ചാലും കിട്ടും. അപ്പം ബാരിയേഴ്സ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഇമോഷണൽ ബാരിയർ മാത്രം എന്താ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയർ മാത്രം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ബാരിയേഴ്സും അറിഞ്ഞിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോറി ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണ്? ലിസണിങ് എന്താ, സ്പീക്കിംഗ് എന്താ, റീഡിങ് എന്താ, റൈറ്റിംഗ് എന്താ? അടുത്തടുത്ത് നമ്മൾ ഓരോ ഇതിലായിട്ടാണ് പറയുന്നുണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ അറിയണം. ഓക്കെ, ലിസണിങ് എന്താ, ഇത്ര നിങ്ങൾ ചുരുങ്ങിയത് അറിയണം. ഓക്കെ, നാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യന്. ഓക്കെ, നാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ് ടു ബിക്കം എ ഗ്ലോബൽ ലാംഗ്വേജ്. ഹൗ ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ് ടു ബിക്കം ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് എങ്ങനെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയി മാറി എന്നുള്ള ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോറി, ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ യോ ഹി ഹോ തിയറി, അതുപോലെ തന്നെ തിയറീസ് വരുന്നുണ്ട്. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ, ഇൻട്രാ പേഴ്സണൽ, ഇത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ തിയറീസ് നമ്മളത് കൂടുതൽ വരുന്നുണ്ട്. വെർബലും നോൺ വെർബലും എന്താണെന്ന് പഠിക്കണം. പിന്നെ നമ്മളിപ്പോൾ പറയുന്നത് ഡിസ്കസ് നമ്മൾ ഇതിൽ റൈറ്റിങ്ങിൽ പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ്. അതുപോലെ തന്നെ പിന്നെ റീഡിങ് ടെക്നിക് യൂസ് ടു ഹെൽപ്പ് റീഡ് ബെറ്റർ. ഇതൊക്കെ നമ്മുടെ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഈ 2 കാര്യം, ഈ 2 എണ്ണം ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ,
സൈബർ ക്രൈംസും പറയുന്നുണ്ട്, അതിൽ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ലിസണിങ്, ഈ ലിസണിങ്ങിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, ഇൻവോൾവ്ഡ് ഇൻ ലിസണിങ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് എന്താ, പാസീവ് ലിസണിങ് എന്താ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വെച്ച് പോവാം. നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 1 നമുക്ക് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഫോർ ബെറ്റർമെൻറ്റ് ഓഫ് ലിസണിങ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. ഡിജിറ്റൽ ഫോംസ് ഇംഗ്ലീഷിനെ ബെറ്റർ ആക്കാൻ എങ്ങനെ സഹായിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റുന്നതാണ്, പക്ഷേ നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നെ ഡിജിറ്റലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. നമ്മൾ നേരത്തെ കണ്ട എക്സാമിൽ നമ്മൾ കണ്ടു, അത് ഉള്ളതായിട്ട് കണ്ടു. ഓക്കെ, ശരി. ഇനി നമുക്ക് വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇതല്ല, നമുക്കിതാ വാട്ട് ആർ ദ റീഡിങ് ടെക്നിക്സ് ദാറ്റ് ഹെൽപ്പ് അസ് ടു റീഡ് ബെറ്റർ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീഡിങ് അതിൽ വരുന്ന ഒരു ചോദ്യം, എക്സ്പ്ലെയിൻ പ്രിന്റ് റീഡിങ് ആൻഡ് ഓൺലൈൻ റീഡിങ്. പ്രിന്റ് റീഡിങ് എന്താണ്, ഓൺലൈൻ റീഡിങ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒന്നുമില്ല കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടേ അല്ല, പക്ഷേ തീർച്ചയായിട്ടും ഇത് പഠിക്കണമെന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ പാടില്ല. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾ എല്ലാം പഠിച്ചിരിക്കണം. എന്നാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഒന്നും പഠിക്കാത്ത ആൾക്കാരോട് മാത്രമാണ് ഇത് പഠിക്കണം എന്നുള്ളത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 3 നമുക്ക് പറയാനുള്ളത് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു പർപ്പസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് എന്തൊക്കെയാണെന്നുള്ള സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ബ്ലോക്ക് 3. ഓക്കെ, അപ്പം ഈ ഡിഫറെൻറ്റ് ഇൻഫോർമേറ്റീവ് സ്പീച്ച്, അത് പെർസസീവ് സ്പീച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാനുള്ളതാണ് വരാൻ സാധ്യത. ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്താ, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ, ഇത് സ്പെഷ്യൽ ഒക്കേഷൻ അനുസരിച്ചും അത് പർപ്പസ് അനുസരിച്ചും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് വായിച്ചിരിക്കുക, ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, പിന്നീട് പറയുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യം പിന്നീട് ഓൺലൈൻ റിസോഴ്സസ് ഫോർ ഇംപ്രൂവിങ് പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ റിസോഴ്സസ് പിന്നെ സഹായിക്കുന്നുണ്ട് എന്നൊരു യൂട്യൂബ് വീഡിയോസ് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓഡിയോ ലെസൺസ്, ഫ്രീ ഓൺലൈൻ കോഴ്സസ്, ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ക്ലാസ് കേട്ടിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ് പ്രോസസ്. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്. നിങ്ങളെ ആദ്യം വേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അതുപോലെ തന്നെ പഠിക്കാനൊന്നും കഴിയൂല. പക്ഷേ നിങ്ങൾ അതുപോലെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലിതാ പ്രീ റൈറ്റിംഗ്, പ്ലാനിങ്, ഇത് നിങ്ങളെ ആൻസറിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉൾപ്പെടുത്തണം. ഓക്കെ, ഡ്രാഫ്റ്റിംഗ്, രണ്ടാമത് ഡ്രാഫ്റ്റിംഗ്, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, അങ്ങനെ ഓരോന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉൾപ്പെടുത്തണം. റിവൈസിങ്, എഡിറ്റിംഗ്, ഇങ്ങനെ തന്നെ ഉൾപ്പെടുത്തണം. ഈ സബ് ഹെഡിങ് നിങ്ങൾ ഒരിക്കലും തന്നെ മാറ്റാൻ പാടില്ല. ഓക്കെ,
പിന്നീട് നമുക്ക് വരുന്നത് എക്സ്പ്ലെയിൻ, കൊളോക്കേഷൻ, പങ്ക്ച്വേഷൻ, കോമ, അപ്പോസ്ട്രഫി, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മാർക്കിനോ എന്തായാലും ചോദിക്കും. അപ്പം ഇതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നീട് നമുക്ക് വരുന്നത് വാട്ട് ആർ ദ ഓൺലൈൻ ടൂൾസ് ദാറ്റ് ഹെൽപ്പ് യു ഇൻ ക്രിയേറ്റിംഗ് എറർ ഫ്രീ കണ്ടന്റ്. അപ്പോൾ ഏതൊക്കെ? ഗ്രാമർലി, ഹെമ്മിംഗ് ആപ്പ്, സെൻ പെൻ. നമ്മൾ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിൻ്റെ സബ് ഹെഡിങ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ. ബാക്കിയുള്ളത് നിങ്ങളെ ഐഡിയ പോലെ എഴുതാം. പറ്റുന്ന ആൾക്കാർ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലാത്തവർ എന്തായാലും സബ് ഹെഡിങ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, ഇതൊന്ന് നോക്കുക. വാട്ട് ആർ ദ ഓൺലൈൻ. ഓക്കെ. നമ്മുടെ 4th ബ്ലോക്കിൽ നിന്നാണ്. അപ്പോൾ 3rd ബ്ലോക്ക് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ് എ ക്വസ്റ്റ്യൻസിൽ നമ്മൾ 3rd വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ 4th ബ്ലോക്കിൽ ഹിസ്റ്ററി, പിന്നീട് വാട്ട് ആർ ദ ടെക്നിക് യൂസ് ഇൻ കറൻറ്റ് ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഡുവലിംഗോ, അതുപോലെ തന്നെ റൊസെറ്റ സ്റ്റോൺ, ഇതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും, ഇതിന് മലയാളമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ച് പോവാം. മെമ്മറൈസും അതുപോലെ തന്നെ ബുസു, ഇങ്ങനെയുള്ള ഓൺലൈൻ ടൂളിനൊന്ന് പരിചയപ്പെടാൻ. തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓൺലൈൻ ടൂൾ 4th മൊഡ്യൂള് ഓൺലൈൻ ടൂളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. അടുത്ത വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. ഡിജിറ്റൽ ടെക്നോളജിൻ്റെ എവല്യൂഷൻ, പരിണാമം എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. സെമി കണ്ടക്ടർ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗ്രാഫൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും വരച്ച് വെക്കാം. നിങ്ങൾക്കത് ഒരുപാട് കണ്ടൻറ്റുകൾ നിങ്ങളെ മാർക്കിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. ഓക്കെ. ഇത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റോൾ ഓഫ് ICT ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് നിങ്ങളെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. ഇത് എസ്സേ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും ഇപ്പോൾ ഈ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ. പറ്റുന്നതൊക്കെ പഠിക്കട്ടോ, നിങ്ങളോട് പറ്റുന്നതൊക്കെ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ചുരുക്കിയാണ് തന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾ ചുരുക്കാൻ നിൽക്കരുത്. ഓക്കെ. പിന്നീട് നമുക്ക് വരുന്നത് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത്. സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സാധനം നമുക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒന്നാണ്. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടേ, ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ നോക്കണം. വാട്ട് ആർ ദ കോമൺ എറേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ. കോമൺ എറേഴ്സ് ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. കുറച്ച് സമയമെടുത്ത് തന്നെ നിങ്ങളിത് വായിക്കണം. ഓക്കെ. കോമൺ എറേഴ്സ് ഏതൊക്കെ വന്ന് പോകാനുള്ളത് സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ. ഓക്കെ. പിന്നെ കുറച്ച് സൈബർ നിയമങ്ങളുണ്ട്. സൈബർ നിയമങ്ങൾ അതായത് എഫ് സൈബർ ടെററിസമാണ്. ഡി ചീറ്റിംഗ് ആണ്. ഡി അറിയുമ്പം ഒരു പെണ്ണ് ചീറ്റിംഗ് ആണ്. അപ്പോൾ സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ്. സെക്ഷൻ ഓഫ് IT ആക്ട് ആണ്. ഇത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ചോദിക്കാം. ഓക്കെ. അങ്ങനെ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അത് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെയാണ്. ഓക്കെ, ഡോണ്ട് വറി. പിന്നീട് നമുക്ക് ഇത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. ഏതൊക്കെ വകുപ്പാണെന്നുള്ളത് കിട്ടിയാൽ മതി. ഓക്കെ. പിന്നെ ശരി. പിന്നീട് വരുന്നത് വാട്ട് ആർ ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടു സോഷ്യൽ മീഡിയ. അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ ഓഡിയൻസിനെ മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഏതായാലും പഠിച്ചു വെക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻസോട് കൂടി ഇരിക്കുക കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും. ആകെ 13.5 മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ ജയിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോഴ്സ് ശരിക്ക് കണ്ട്
മനസ്സിലാക്കിയ ഒരാൾക്ക്, ഒരു 2 ദിവസം കണ്ട ഒരാൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ഒരു 45-ൽ അതിലൊരു 26, 27, 30ൻ്റെ അടുത്ത് കിട്ടും. ഓക്കെ, ഡോണ്ട് വറി. നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഒരു 38, 38, 39 ആ ഒരു ലെവലിൽ കിട്ടും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നിട്ട് നന്നാക്കി എഴുതുന്ന ആൾക്കാർക്ക് 44 ആ ലെവലിൽ തന്നെ കിട്ടും കേട്ടോ. ഡോണ്ട് വറി. അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട മാർക്കുകൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ കിട്ടൂല, എനിക്കിത് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും വിചാരിച്ച് എഴുതാക്കരുത്. പിന്നീട് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഈ പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഇനി അതിലേറെ കുറച്ചും കൂടി ഇപ്പം വലിയ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10 മാർക്കിനാണ്, നിങ്ങൾക്ക് ആകെ 5 പോയിൻ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് തീർക്കണം. ഓക്കെ, നിങ്ങൾ കൂടുതൽ എഴുതി വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ മാർക്കിനനുസരിച്ച് എഴുതണം. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ, അത് ഇത്ര മതി എന്ന് വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എഴുതി വെക്കുക. ഓക്കെ, പേപ്പർ നിറക്കാൻ വേണ്ടിയിട്ട് തന്നെ എഴുതി വെക്കുക. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.